ഹലോ കൂട്ടുകാരെ, അങ്ങനെ ദേ കാത്തിരുന്ന അല്ലുവിൻ്റെ ബർത്ത്ഡേ ആയി. ഫെബ്രുവരി 13 അല്ലുവിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ചേച്ചിമാരൊക്കെ എല്ലാം ഡെക്കറേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അല്ലുവും എൻ്റെ കൂട്ടത്തിൽ ഓടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വൈകിട്ട് ഒരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കേക്ക് മുറിക്കാനൊക്കെ ആയിട്ട് തീരുമാനിച്ചത്. അപ്പോൾ കേക്ക് ഞങ്ങളുടെ പള്ളിയിലുള്ള ട്രീസ് ചേച്ചിയുടെ നിന്നാണ് കേക്ക് വാങ്ങിച്ചത്. അടിപൊളി കേക്കായിരുന്നു, ഒന്നും പറയാനില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ചേച്ചിയുടെ കയ്യിൽ നിന്ന് കേക്കൊക്കെ മേടിക്കുന്നത്. അപ്പോൾ പപ്പയ്ക്ക് വരാൻ ഇത്തിരി താമസം ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങളോട് കേക്ക് മുറിക്കാനൊക്കെ പറഞ്ഞു. കാരണം ചേച്ചിക്ക് പോകാനുണ്ടായിരുന്നു, ബിന്ദു ചേച്ചിക്കൊക്കെ വീട്ടിലേക്ക് പോകാനുള്ളത് കൊണ്ട്. അപ്പോൾ അമ്മ തന്നെ കേക്ക് മുറിച്ച് അല്ലുവിൻ്റെ വായിലൊക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അല്ലുവിന് കേക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും കേക്ക് കൊടുക്കുക. അപ്പോൾ ഇതാണ് ബിന്ദു ചേച്ചി, അതായത് ബിനുവിൻ്റെ മൂത്ത ചേച്ചിയാണ്. അപ്പോൾ എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടി, അപ്പോൾ അത് അലീനയാണ്. അപ്പോൾ അത് അലീഷ, അതായത് ബിന്ദു ചേച്ചിയുടെ മക്കളാണത് അവരൊക്കെ. അപ്പോൾ അവരൊക്കെ സർപ്രൈസായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ ആരെയും ഒന്നും ക്ഷണിച്ചൊന്നുമില്ല. അപ്പോൾ ഇത് അല്ലുവിൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് കേട്ടോ, ആരോണും അബിയാണ് ഞങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്. അല്ലുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് അവർ. ആള് വലുതാണെങ്കിലും അല്ലുവിൻ്റെ ഫ്രണ്ട്സാണ് അവരൊക്കെ. പിന്നെ എല്ലാ ചേച്ചിമാർക്കൊക്കെ കൊടുത്തു. സിയ ചേച്ചിക്കും ദിയ ചേച്ചിക്കൊക്കെ കൊടുത്തു. ചേച്ചിമാർ ഗിഫ്റ്റൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരും ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു. സിയ ചേച്ചിയും കൊടുത്തു, ദിയ ചേച്ചി കൊടുത്തു, ബിന്ദു ചേച്ചിയൊക്കെ കൊടുത്തു. അപ്പോൾ ഇത് ഞങ്ങളുടെ അബി ആരോണം വാങ്ങിച്ചു കൊടുത്ത ഉടുപ്പാണ് കേട്ടോ അവളിട്ടേക്കുന്നത്. അപ്പോൾ ആദ്യം ഞങ്ങൾ മേടിച്ച ഉടുപ്പ് ഞങ്ങൾ പള്ളിയിൽ പോയപ്പോഴാണ് ഇട്ടത്. കേക്ക് മുറിക്കാൻ നേരത്ത് അബി ആരോണം മേടിച്ച ഉടുപ്പ് തന്നെ ഞങ്ങൾ ഇട്ടു. അങ്ങനെ കുഴിമന്തിയാണ് കേട്ടോ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ പുറകെ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും കുഴപ്പമില്ലാത്ത